കൃപ ഒരിക്കലും മാറാത്ത പുത്രത്വം. ദൈവമായുള്ള നമ്മുടെ ബന്ധം ഭയത്തിൻ്റെതല്ല, സ്നേഹത്തിൻ്റെതാണ്. മനുഷ്യർ ബന്ധങ്ങളെ ഉപേക്ഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം തൻ്റെ ബന്ധം എന്നും ഉറപ്പിച്ചു നിർത്തുന്നവനാണ്. 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 13-ാം വാക്യത്തിൽ, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. നിന്റെ മുൻ വാഴ്ചക്കാരനോട് ഞാൻ എൻ്റെ കൃപ എടുത്തു കളഞ്ഞതുപോലെ അവനോട് അതിനെ എടുത്തു കളയുകയില്ല. ഈ വചനം ദൈവം ദാവീദ് രാജാവിന് നൽകിയ വലിയ വാഗ്ദത്തത്തിൻ്റെ ഭാഗമായിരുന്നു. ദൈവത്തിനു വേണ്ടി ഒരു ആലയം പണിയുവാൻ ദാവീദ് രാജാവിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ആ പണി ദാവീദിന്റെ മകൻ പൂർത്തിയാക്കുമെന്ന് ദൈവം അറിയിച്ചു. അതിനോടൊപ്പം ദൈവവും രാജാവും തമ്മിലുള്ള ബന്ധം ഒരു അപ്പന്റെയും മകന്റെയും ബന്ധം പോലെ ആയിരിക്കുമെന്ന് ദൈവം ഉറപ്പ് നൽകി. ദൈവ സ്നേഹവും കൃപയും എപ്പോഴും നിലനിൽക്കുന്നതാണ്. മുൻപ് ശൗൽ രാജാവിനോട് കൃപ എടുത്തു കളഞ്ഞതുപോലെ ദാവീദിന്റെ കുടുംബത്തോട് ദൈവം അങ്ങനെ ചെയ്യുകയില്ല എന്ന് ദൈവം പറഞ്ഞു. മനുഷ്യരുടെ തെറ്റുകൾ ദൈവത്തിന്റെ വിശ്വസ്തതയെ മാറ്റുന്നില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ വികാരങ്ങളെ ആശ്രയിച്ചല്ല, മറിച്ച് അവന്റെ മാറ്റമില്ലാത്ത സ്വഭാവത്തെ ആശ്രയിച്ചാണ്. നമ്മൾ ഭയത്തോടെയല്ല, മറിച്ച് അവന്റെ മക്കളായി ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുവാനാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് വീഴ്ചകൾ ഉണ്ടായാലും ദൈവത്തിന്റെ കൃപ നമ്മെ വിട്ടുപോകുന്നില്ല എന്ന വലിയ ആശ്വാസം ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നും നമ്മെ ഉപേക്ഷിക്കാത്ത ആദ്യ സ്നേഹത്തിലേക്ക് മടക്കി വരുത്തുന്ന ഒരു നല്ല പിതാവാണ് ദൈവം. നമ്മെ ദൈവ സാന്നിധ്യത്തിൽ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ കഴിവല്ല, മറിച്ച് നമ്മെ ഒരിക്കലും വിട്ടുകളയാത്ത ആ പിതാവിന്റെ വലിയ കൃപ മാത്രമാണ്. ഗോഡ് ബ്ലെസ് യു.